എടപ്പള്ളി പുക്കാട്ടുപടി മെയിൻ ബസ് റൂട്ടിൽ നിന്നിട്ട് ഏകദേശം 1 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു അൾട്രാ ലക്ഷറി വീടിൻ്റെ വിശേഷവുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഏകദേശം 7 സെൻറ്റ് ലാൻഡിൽ 3300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടി നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ്. ഈ വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മെയിൻ ബസ് റൂട്ടിലേക്ക് വരുന്നത് 1 കിലോമീറ്ററും കൂടാതെ കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും എടപ്പള്ളി ലുലു മാളിലേക്കും വരുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 9 കിലോമീറ്ററുമാണ്. കൂടാതെ നമ്മുടെ തൊട്ടടുത്തുള്ള വിദ്യോദയ സ്കൂളിലേക്ക് വരുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 കിലോമീറ്ററും നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 കിലോമീറ്റർ മാത്രമാണ്. ഇനി നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം. കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പക്ക കൊളോണിയൽ സ്റ്റൈലിലുള്ള ഒരു വീടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നല്ല രീതിയിൽ സിമൻറ്റ് ടെക്സ്റ്ററിൻ്റെ വർക്കുകൾ കാണാൻ കഴിയുന്നുണ്ട്, ലൂവർ വർക്കുകൾ വരുന്നുണ്ട്, നല്ല രീതിയിൽ LED ലൈറ്റിങ്ങുകൾ വരുന്നുണ്ട്, UPVC പാനലിങ്ങിൽ വരുന്ന ഗ്ലാസ് സ്ട്രക്ചറുകൾ കാണാൻ കഴിയുന്നുണ്ട്. ഒരു A ടൈപ്പ് സ്ട്രക്ചർ നമുക്കൊരു സൈഡിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ മതിലിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെബിൾ ടെക്സ്റ്ററൊക്കെ കൊടുത്ത് LED ലൈറ്റിംഗ് എല്ലാം കൊടുത്തിട്ട് ഭംഗിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു GI ട്യൂബിൻ്റെ ഒരു ഫ്രെയിം വർക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ ഒരു ഒരു ലൈറ്റ് ഫിറ്റിങ്സുകളെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 16 അടിയോളം വരുന്ന ഒരു ഗേറ്റ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. GI ഷീറ്റ് വെച്ച് കവർ ചെയ്തിട്ട് ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഒരു ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 12 അടി സ്ലൈഡിങ്ങും 4 അടി ഫോൾഡിങ്ങുമായിട്ടാണ് ഗേറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല വിശാലമായൊരു മുറ്റം നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ പോർച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരേ സമയം 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ, 2 XUV വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് പോർച്ചിൽ കിട്ടുന്നുണ്ട്. പോർച്ചിൻ്റെ ഒരു സൈഡിലായിട്ട് പെബിൾസൊക്കെ വിരിച്ചിട്ടൊരു പ്ലാന്റ് ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പോർച്ചിൻ്റെ ഒരു സൈഡിലായിട്ട് പവർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും നല്ല രീതിയിൽ പെബിൾസൊക്കെ കൊടുത്തിട്ട് പ്ലാന്റ് ബോക്സുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ജലസ്രോതസ് എന്ന് പറയുന്നത് നല്ല ശുദ്ധമായ കിണർ വെള്ളമാണ്. വടക്ക് കിഴക്കേ മൂലയിലാണ് നമുക്ക് കിണർ കിട്ടുന്നത്. കൂടാതെ വീടിൻ്റെ ചുറ്റിനും അത്യാവശ്യം സ്പേസ് എല്ലാം കൊടുത്ത് സെറ്റ് ബാക്ക് എല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. കോമ്പൗണ്ടിലായിട്ട് മുഴുവൻ പെബിൾസാണ് വിരിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെ ഇതെല്ലാം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് വാളിലായിട്ട് നല്ലൊരു സിമൻറ്റ് ടെക്സ്റ്ററുകൾ കൊടുത്തിട്ടുണ്ട്, നല്ല LED ലൈറ്റിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്, ഫാൻസി ലൈറ്റിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരെ കടന്നു വരുന്നത് സിറ്റ് ഔട്ടിലേക്കാണ്. സിറ്റ് ഔട്ടിൽ നല്ല വീതിയുള്ള സ്റ്റെപ്പുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫ്ലോറിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രീമിയം ഗ്രാനൈറ്റ് G7 സ്ലാബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു സമയം ഒരു 3 ചെയറൊക്കെ ഇട്ടിരിക്കാവുന്ന സൗകര്യം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ തേക്കൂട്ടിൽ തീർത്തിരിക്കുന്ന 2 പാളി ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. ഒരു ഡബിൾ ഹൈറ്റഡ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ലിവിങ് സ്പേസാണ് നമുക്കിവിടെ കിട്ടുന്നത്. നല്ല വൈഡ് വിൻഡോസുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നല്ല ബ്ലൈൻഡ്സിൻ്റെ കർട്ടൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റിലും നല്ല രീതിയിൽ ഷാൻലിയറൊക്കെ കൊടുത്ത് ഒരു റൂഫ് വർക്കൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ഡബിൾ ഹൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ നമ്മുടെ ലിവിങ് റൂമിൻ്റെ ഈ സൈഡിൽ നിന്നിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ ചെറിയൊരു കോർട്ട്യാർഡ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ മൊറോക്കോ ടൈലുകളൊക്കെ വിരിച്ചിട്ട് പ്ലാന്റ് ബോക്സുകളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് ഇവിടെയെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ലിവിങ്ങിലേക്ക് തിരിച്ച് വന്നു കഴിഞ്ഞാൽ നല്ല ഒരു ബ്രിക്കിൻ്റെ വർക്കൊക്കെ കൊടുത്തിട്ട് നല്ല ടെറാക്കോട്ട് ബ്രിക്കിൻ്റെ വർക്കുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു TV സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കൂടാതെ മുകളിലായിട്ടൊരു സർക്കിൾ വർക്കുകളെല്ലാം കൊടുത്തിട്ട് ഒരു BLDC ഫാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് റൂമിലേക്ക് പോകേണ്ട പാർട്ടീഷനിലായിട്ട് നല്ലൊരു വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബോക്സ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയും BLDC ഫാനുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് വിനീറിൻ്റെ പാനലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ടൈലുകളെല്ലാം നല്ല ഗ്ലോസി ഒരു ഐവറി ഷെയ്ഡിൽ വരുന്ന ഒരു ഗ്ലോസി ടൈലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ ഇവിടെ വരുന്നൊരു ഫാമിലി ലിവിങ് ഏരിയ ആണ്. ഇതൊരു ചെറിയ ഡൗൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഫ്ലോർ ലെവലിൽ നിന്ന് പുറത്ത് ഡൗണിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് TV യൂണിറ്റിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഒരു ഫാമിലി ലിവിങ് ഏരിയ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. കൂടാതെ ഇവിടെ വന്നിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു സൗകര്യവും ബിൽഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു കോർട്ട്യാർഡ് സ്പേസ് പോലെ തന്നെയാണ് ഇതും കൊടുത്തിരിക്കുന്നത്. പെബിൾസൊക്കെ വിരിച്ചിട്ട് ചെറിയൊരു പ്ലാന്റ് ബോക്സ് ഒക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെ കവേർഡ് ആയിട്ട് തന്നെയാണ് ഇവിടവും കൊടുത്തിരിക്കുന്നത്. ഒരു ഡൈനിങ് ഏരിയയുടെ ഒരു പാസേജിലായിട്ട് ഇവിടെ ഒരു വാഷ് കൗണ്ടർ വരുന്നുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ ഒരു ബ്ലാക്ക് ടൈപ്പ് വാഷ് കൗണ്ടർ, ഹിൻഡുവെയറിൻ്റെ ഇറ്റാലിയൻ വാഷ് കൗണ്ടറാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ക്വാളിറ്റിയുള്ള ടാപ്പുകൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
മുകളിലായിട്ട് റൂഫ് വർക്കെല്ലാം ചെയ്ത് ഭംഗിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു പാർട്ടീഷൻ വർക്ക് വരുന്നുണ്ട്. പാർട്ടീഷനിലെല്ലാം തേക്കിൻ്റെ സ്ലൈഡ്സാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലുള്ള കിച്ചണിലേക്കാണ് വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഐലൻഡ് ടൈപ്പ് കിച്ചണാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു നാനോ വൈറ്റ് ഗ്രാനൈറ്റാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല ചിമ്മിണി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു ക്വാളിറ്റിയുള്ള സിങ്കും അതിനോടനുബന്ധിച്ച് വരുന്ന ടാപ്പുകളും വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ വിൻഡോസുകളാണ്. നല്ല വലിപ്പമുള്ള വിൻഡോസുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. ഒരു ഗ്രേ കളർ തീമിൽ വരുന്ന സ്റ്റോറേജ് സ്പേസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല ഡബിൾ ഡോർ ഫ്രിഡ്ജൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അവിടെ നിന്ന് നമ്മൾ നേരെ വീടിൻ്റെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് പോകുന്നത്. ഒരു യൂട്ടിലിറ്റി കിച്ചൺ എന്ന് തന്നെ പറയാം. ഒരു സെക്കൻഡറി കിച്ചൺ എന്ന് പറയാവുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് കളറിൽ വരുന്ന ഗ്രാനൈറ്റ് ടോപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകളുണ്ട്. ഇവിടെ നമുക്ക് ഡിഷ് വാഷർ വയ്ക്കാം, ഫ്രിഡ്ജ് വയ്ക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള വാഷിംഗ് മെഷീൻ വയ്ക്കാം. അങ്ങനെയുള്ള സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ടോപ്പിലായിട്ട് ലൂവർ പാനലിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരു കിച്ചൺ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള സൗകര്യവും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ 2 ബെഡ്റൂമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ളത് തന്നെയാണ്. കൂടാതെ ഒരു ഫർണിഷ്ഡ് ഗെറ്റപ്പിൽ തന്നെയാണ് ബെഡ്റൂമുകളെല്ലാം അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പോട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഫോം വരാനുണ്ട്. അവിടെയൊക്കെ ആയിട്ടൊരു സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. കൂടാതെ ഈ സൈഡിൽ 2 പാളി വിൻഡോ വരുന്നുണ്ട്. ഇവിടെ കോട്ടൺ കർട്ടൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു 3 പാളി വിൻഡോ വരുന്നത് ബേ വിൻഡോ കൺസെപ്റ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു കുഷൻ്റെ വർക്ക് വരാനുണ്ട്. കൂടാതെ ഇവിടെ ഒരു 2 പാളി കബോർഡ് വരുന്നുണ്ട്. അതെല്ലാം സ്ലൈഡിങ് ഡോർസ് വരുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനുകളും ഫാൻസി ലൈറ്റുകളെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ വരുന്നത് ഈ വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ക്വയർ ടൈപ്പിലുള്ളൊരു ബാത്റൂമിലാണ് വരുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ റെയിൻ ഷവറുകൾ കൊടുത്തിട്ടുണ്ട്. ബോഡി ജെറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ ഇവിടെ ഒരു വാൾ മൗണ്ട് ഇൻഡോറിൻ്റെ ഫിറ്റിങ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഡോറുകളെല്ലാം കൊടുത്തിരിക്കുന്നത് ഒരു തേക്ക് വുഡിൽ തന്നെയാണ് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പാസേജിൽ തന്നെയാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വെറ്റ് ആൻഡ് ഡ്രൈ പാർട്ടീഷനിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇൻഡോറിൻ്റെ വാൾ മൗണ്ട് ഫിറ്റിങ്സുകൾ വരുന്നതിന് ഡൈവേർട്ടേഴ്സ് വരുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും ഒരു ബോക്സി ടൈപ്പ് വാഷ് കൗണ്ടറും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് തന്നെയാണ്. ഇവിടെയും ഒരു കോട്ടൊക്കെ ഡിസൈൻ ചെയ്ത് ഫോമൊക്കെ ഇടാനുള്ള സൗകര്യം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കബോർഡ് സ്പേസ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല സ്റ്റോറേജ് സ്പേസുള്ള കബോർഡ് വർക്കാണ് കിട്ടുന്നത്. അതും സ്ലൈഡിങ് ഡോർസാണ് വരുന്നത്. ഇവിടെ ഒരു മിറർ വയ്ക്കാനുള്ളൊരു സൗകര്യവും ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ മേളിലേക്കുള്ള സ്റ്റെയറിലേക്ക് വരാം. ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റെയർ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാക്ക് വേലായിട്ട് തേക്കിൻ്റെ പാനലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റെയിലിനായിട്ട് ഒരു GI ഫ്രെയിം വർക്കിൽ വുഡൻ ടോപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ മേളിലേക്ക് വരുമ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലാൻഡിങ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയും വുഡൻ പാനലിംഗ് തന്നെയാണ്, തേക്കിൻ്റെ പാനലിംഗ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഭിത്തിയിലായിട്ട് ഒരു വെളിച്ചം കിട്ടാവുന്ന സൗകര്യത്തിൽ ഒരു UPVC പാനലിംഗ് വർക്കുകൾ ടഫൻ ഗ്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കർട്ടനെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള അപ്പർ ലിവിങ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്മൾ താഴെ കണ്ട വാഷ് കൗണ്ടറിൻ്റെ ടോപ്പായിട്ട് വരുന്ന ഡബിൾ ഹൈറ്റഡ് ഏരിയ നമുക്കിവിടെ നിന്ന് വിസിബിളായിട്ട് കിട്ടുന്നുണ്ട്. നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള അപ്പർ ലിവിങ് ഏരിയ. ഇവിടെ ഒരു TV യൂണിറ്റുകൾ വരുന്നുണ്ട്. ചെറിയ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. നല്ല വൈഡ് വിൻഡോസുകൾ വരുന്നുണ്ട്. കൂടാതെ നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് അപ്പർ ലിവിങ്ങിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് വരുന്നത്. വാളിലായിട്ട് ബ്രിക്കിൻ്റെ ഒരു വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. സർക്കിൾ വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഭംഗിയിൽ തന്നെ പാനലിംഗ് എല്ലാം ചെയ്തിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ കാണുന്ന ഷാൻലിയർ കാണാൻ കഴിയും. നല്ല ഭംഗിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ലിവിങ് ഏരിയയുടെ ഡബിൾ ഹൈറ്റഡ് ഏരിയ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ ഭംഗിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
ലിവിങ് ഏരിയയുടെ ഒരു ഭിത്തിയിലായിട്ട് നമുക്ക് പുറത്തേക്കുള്ള ഒരു ഡ്രോപ്പ് ഔട്ട് ബാൽക്കണി നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ഭംഗിയിൽ പ്രകൃതിയൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിൽ തന്നെയാണ് അതെല്ലാം ചെയ്തിരിക്കുന്നത്. ഒരു മൊറോക്കോ ടൈലാണ് ഫ്ലോറിലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിലിനായിട്ട് GI ഫ്രെയിമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് സീലിംഗ് ജംഗ്ഷൻ ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഒരു ഗ്ലാസ് വിൻഡോയാണ് അതിൻ്റെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കർട്ടൺ വർക്കും ബ്ലൈൻഡ് വർക്കുകളെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞ കാര്യമാണ്. അവിടെ നമ്മൾ അകത്തേക്ക് വരുമ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഏകദേശം വടക്ക് കിഴക്കേ മൂലയിലാണ് ഈ ബെഡ്റൂം വരുന്നത്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഗ്ലാസ് സ്ട്രക്ചർ നമുക്കിവിടെ കാണാൻ കഴിയും. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന ഒരു സൗകര്യം ബിൽഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. കൂടാതെ ഫോൾ സീലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. BLDC ഫാൻ വരുന്നുണ്ട്. ഒരു ആൻറ്റിക്ക് ലൈറ്റ് വരുന്നുണ്ട്. ഒരു 3 പാളി കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഒരു ഗ്രേ കളർ തീമിൽ വരുന്നൊരു കളറാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. കൂടാതെ അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ട് വെറ്റ് ആൻഡ് ഡ്രൈ സൗകര്യത്തോടു കൂടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ടൈൽ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളുണ്ട്. ഹിൻഡ്വെയറിൻ്റെ കൺസീൽഡ് ഫിറ്റിങ്സുകൾ വരുന്നുണ്ട്. ജാഗ്വറിൻ്റെ തന്നെ ഡൈവേർട്ടേഴ്സും റെയിൻ ഷവറും കാര്യങ്ങളും എല്ലാം ഇവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 4ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലാണ് നമ്മൾ നിൽക്കുന്നത്. തെക്ക് പടിഞ്ഞാറ് മൂലയിൽ, അതായത് കന്നിമൂലയിൽ തന്നെയാണ് ഈ ബെഡ്റൂം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയും കോട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഫോമിൻ്റെ വർക്കുകൾ ബാലൻസ് ഉണ്ട്. ഒരു L ഷേപ്പിലുള്ള ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. കൂടാതെ കോട്ടൻ്റെ കർട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു 2 പാളി വിൻഡോ വരുന്നുണ്ട്. അവിടെയും കർട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള സ്ലൈഡിങ് ഡോർസ് കൊടുത്തിട്ടുള്ള ഒരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. സീലിംഗ് വർക്കുകളും BLDC ഫാനുകളും ഫാൻസി ലൈറ്റുകളും എല്ലാം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. നമ്മൾ വരുന്നത് ഈ വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ സൗകര്യം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഹിൻഡ്വെയറിൻ്റെ കൺസീൽഡ് ഫിറ്റിങ്സുകൾ വരുന്നുണ്ട്. നല്ലൊരു ടൈൽ പാറ്റേൺ വരുന്നുണ്ട്. ബോക്സി ടൈപ്പ് വാഷ് കൗണ്ടർ വരുന്നുണ്ട്. ഡൈവേർട്ടേഴ്സ് വരുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും റെയിൻ ഷവറും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് പോകുന്നത്. നല്ല രീതിയിൽ റൂഫ് വർക്ക് എല്ലാം ചെയ്ത് ലൂവർ പാനലിംഗ് എല്ലാം ചെയ്ത് ഭംഗിയായിട്ട് തന്നെയാണ് യൂട്ടിലിറ്റി ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും കിട്ടാവുന്ന സൗകര്യവും വരുന്നുണ്ട്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷനും ഡ്രെയിനേജും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു മൊറോക്കോ ടൈപ്പ് മാറ്റ് ഫിനിഷിൽ വരുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്താ പറയുക, നല്ല ഒരു സിറ്റിംഗ് സ്പേസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ടെറസിലേക്ക് പോകാനുള്ള സ്റ്റെയർ നമുക്ക് അവൈലബിൾ ആണ്. ഒരു GI ഫ്രെയിമിൽ വരുന്ന സ്റ്റെയറാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ മഴ നനയാതെ ഒരു ഡൂം വർക്കും കൊടുത്ത് ഭംഗിയിൽ തന്നെ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ബാൽക്കണിയിലേക്കാണ് പോകുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കവേർഡ് ബാൽക്കണി ഇവിടെ കിട്ടുന്നുണ്ട്. മുകളിലായിട്ട് ലോവർ പാനലിംഗ് വരുന്നുണ്ട്. LED ലൈറ്റിങ്ങുകൾ വരുന്നുണ്ട്. ഹാൻഡ് റെയിലിനായിട്ട് കൊടുത്തിരിക്കുന്ന ടഫൻ ഗ്ലാസ്സുകളും സ്റ്റീലിൻ്റെ റെയിലുമാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങിയാൽ ഇവിടെ ഒരു സിറ്റിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. ഒരു ചെറിയ സ്റ്റെയർ കൊടുത്തിട്ടാണ് നമുക്ക് താഴോട്ട് ഇറങ്ങാൻ പറ്റുന്നത്. ഇവിടെയും മൊറോക്കോ ടൈപ്പ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ കവറൊക്കെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സിറ്റിംഗ് സ്പേസ് ആയിട്ടോ കോട്ടയാട് സ്പേസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സൗകര്യമുണ്ട്. കൂടാതെ ഇവിടെ ഒരു ബ്രിക്കിൻ്റെ വീടിൻ്റെ എലവേഷൻ്റെ അനുബന്ധിച്ചിട്ട് വരുന്നൊരു ബ്രിക്ക് വർക്കും നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. എടപ്പള്ളിയിൽ നിന്നിട്ടും കളമശ്ശേരിയിൽ നിന്നിട്ടും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നുമെല്ലാം വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയിലുള്ള ഒരു അൾട്രാ ലക്ഷറി വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഏകദേശം 95% വർക്കുകൾ ഫിനിഷ് ആയിട്ടുള്ള ഒരു വീട് തന്നെയാണിത്. ഈ കണ്ടീഷനിലും വീട് കാണാനുള്ള സൈറ്റ് വിസിറ്റ് അറേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാണ്. 7 സെൻറ്റ് ലാൻഡിൽ 3300 സ്ക്വയർ ഫീറ്റിലായിട്ട് 4 ബെഡ്റൂം അറ്റാച്ച്ഡ്. കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടിയുള്ള ഈ വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്നത് 1,85,00,000 രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിൾ ആണ്. കൂടാതെ എല്ലാ ബാങ്കുകളിൽ നിന്നിട്ടുള്ള ലോൺ സൗകര്യവും ലഭ്യമാണ്. ഈ വീട് കാണുന്നതിനോ സൈറ്റ് വിസിറ്റ് അറേഞ്ച് ചെയ്യുന്നതിനോ നമ്മുടെ സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.